ആധികാരികമായ ഒരു കോണ ഞാൻ കണ്ടു. അതിനൊരു മറുപടി തരണമെന്ന് തോന്നി. ആക്ച്വലി എൻ്റെ അടുത്ത് ഒത്തിരി പേര് വിളിച്ച് പറഞ്ഞു, ചേച്ചി ഇതിന് മറുപടി ഇടണം, അല്ലെങ്കിൽ തെറ്റിദ്ധാരണാജനകമായ ഒരു കാര്യം ഇതിങ്ങനെ പോകുന്നുണ്ടെന്ന്. ഇവിടെ എന്ത് തെറ്റിദ്ധാരണയാണ്? കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഞാൻ പറയുന്നുണ്ട്, ഷിത എന്നൊരു കുട്ടി എനിക്ക് കുറച്ച് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ വസ്തുവിൻ്റെ വിഷയവുമായിട്ട്. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ഒരു നല്ല പോലെ ഒരു ലൈവ് ചെയ്ത് എൻ്റെ ടൈം ലൈനിൽ ആ ലൈവ് കിടപ്പുമുണ്ട്. പിന്നെ ഇനി അതിൻ്റെ പുറത്ത് ഞാൻ എന്ത് ഡീറ്റെയിലിംഗ് പറയാനാണ്? പിന്നെ ഇപ്പോൾ ജാമ്യതയുമായിട്ടുള്ള ഇഷ്യൂവിനെ ബേസ് ചെയ്തിട്ട് എനിക്ക് കുറേയധികം ഫിനാൻഷ്യൽ ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പബ്ലിക്കിൽ പറഞ്ഞിട്ടല്ലേ ചെയ്തത്, എൻ്റെ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടല്ലേ ചെയ്തത്. ഞാൻ അതിനകത്ത് പുതിയ കഥ എന്തുവോ കൊണ്ടുവരാതിരിക്കുന്നത്? ഒരു കഥയുമില്ല. അപ്പോൾ ഇത് പറയുന്നത് ആരാ? അയ്യോ, ആരായി പറയുന്നേ? ഇൻ്റർനാഷണൽ ലെവലിൽ വിസ തട്ടിപ്പ് നടത്തിയ വിസ തട്ടിപ്പുകാരി ആസ്ട്രേലിയൻ അമ്മായിയാണ്. ഈ അമ്മായി തന്നെ കഴിഞ്ഞ കുറേ, അപ്പോൾ ഒരു 4 മാസം വരെ അല്ലെങ്കിൽ ഒരു 3 മാസം മുമ്പ് വരെ ഷെഫീന ബീബി എന്ന് പറഞ്ഞാൽ ചാകുമായിരുന്നു, അങ്ങ് പുകഴ്ത്തലായിരുന്നു. അതെന്തിനായിരുന്നു പുകഴ്ത്തിക്കൊണ്ട് കിടന്നത്? അപ്പോൾ കൊള്ളായിരുന്ന ജട്ടി ജിനുവിനെതിരെ നമ്മൾ നടത്തിയ വീഡിയോസ് സത്യത്തിൽ ഞാനൊരു വിക്റ്റിമാണെന്ന് വേണമെങ്കിൽ പറയാം. ഇവറ്റകളുടെ ഓരോരോ ചവറ് സാധനത്തിന് പോയി കൂടെ നിന്നിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന വീഡിയോസും കാര്യങ്ങളുമായി വളരെ സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സ്ത്രീയുടെ ചാനൽ വളർത്താൻ വേണ്ടിയിട്ട് അവളുടെ ഒരു വീഡിയോ കൊണ്ടുവന്ന് ഞാൻ ഇട്ടു. ഇതൊക്കെ ഞാൻ ലൈവിൽ പറഞ്ഞാണ്, എന്നാലും ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ഒത്തിരി പേര് വന്ന് മെസ്സേജ് ഇട്ടത് കൊണ്ടാണ്. ഈ ഷെഫീന ബീവി എന്ന പേര് വെച്ചാലേ ആളുകൾ കയറുള്ളൂ, കാണുള്ളൂ. ഇത്രയും ദിവസം സനുവിൻ്റെ പുറകെയായിരുന്നു. സനുവിന് കാശ് അങ്ങോട്ട് കൊണ്ടിട്ട് കൊടുത്ത് സനു തിരിച്ചു ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പിന്നെ എന്താ അക്കൗണ്ട് നമ്പർ തരാൻ പറ്റുമോ? അക്കൗണ്ട് നമ്പർ തരികയാണെങ്കിൽ ഞാൻ തിരിച്ചിടാം. അപ്പോൾ അക്കൗണ്ട് നമ്പർ കൊടുക്കത്തില്ല. അതായത് പൈസ ഇട്ടു കൊടുക്കുക, എന്നിട്ട് അതിനെപ്പറ്റി ഇതിനെ പറയുക, അല്ലെങ്കിൽ ഒരു മാസം 3 മാസം കഴിഞ്ഞ ശേഷം വീണ്ടും അതിനെപ്പറ്റി പറയുക. അങ്ങനെ അങ്ങോട്ട് ഡീഗ്രേഡ് ചെയ്യുമ്പോൾ എന്തോ ആകുമെന്ന് ആണോടി? അയ്യോ, ഭയങ്കര വലിയ കാര്യമാണ്. നീയൊക്കെ വിസ തട്ടിപ്പ് നടത്തിയ ടീമല്ലേ? വിസ തട്ടിപ്പ് എങ്ങനെയാണ്? PDF വിസ ഉണ്ടെന്ന് അടിച്ചു കൊടുത്ത ആളുകളിൽ നിന്ന് പണം വാങ്ങിച്ചില്ലേ? ഞാൻ അങ്ങനെ വല്ലതും വാങ്ങിച്ചാ? എന്താ ഞാൻ ദുബായ്ക്ക് വിസ ഉണ്ടെന്ന് പറഞ്ഞ, അതോ ഓസ്ട്രേലിയക്ക് വിസ ഉണ്ടെന്ന് പറഞ്ഞ? അങ്ങനെ യാതൊരു കളിയും കളിച്ചിട്ടില്ലല്ലോ, ഒന്നുമില്ലല്ലോ. വളരെ കൃത്യമായിട്ട് എന്തിനാണ് എന്നുള്ളത് കൃത്യമായി വെളിപ്പെടുത്തി എൻ്റെ ഫേസ്ബുക്കിലും എൻ്റെ ഈ യൂട്യൂബിലും പോസ്റ്റ് ഇട്ട ശേഷം മാത്രമേ അങ്ങനെ എന്തെങ്കിലും ഒരു സഹായം ആരെന്തെങ്കിലും ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കേസ് വരുന്നുണ്ട്, കേസിന് ആസ്പദമായിട്ട് ക്യാഷ് വേണം, അല്ലെങ്കിൽ ഞാൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ അത് തരുന്നവർക്കേ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഞാനങ്ങൂല. എൻ്റെ പാട് നോക്കി ഞാൻ ഇരിക്കും. എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് പൈസ ഇട്ടുകൊണ്ട് കേസ് കടത്താനൊന്നും എൻ്റെ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എവള് പറയുന്ന കൊണയും കേട്ടുകൊണ്ട് വന്നിട്ട് അത് വിശ്വസിച്ചിട്ടിരിക്കുന്നവർക്ക് അവിടെ ഇരിക്കുക. എനിക്ക് അതിനകത്ത് ഒരു എക്സ്പ്ലനേഷനും ഇല്ല. ഞാൻ അങ്ങനെ വെറും റോഡിൽ കിടക്കുന്ന സ്ത്രീയുമല്ല. ഐ ഹാവ് പ്രോപ്പർട്ടി, ഐ ഹാവ് മൈ ഓൺ വർക്ക്. എനിക്ക് എൻ്റെതായ രീതിയിൽ, ഞാൻ പെട്ടെന്ന് ഇന്നലെ രാവിലെ ജനിച്ചു വന്ന ഒരാളുമല്ല. 27 വയസ്സുള്ള ഒരു മകൻ്റെ അമ്മയാണ്. അത്രയും പ്രായം ഞാൻ ജീവിച്ചിട്ടുണ്ട്. ഇത്രയും നാളും എനിക്കില്ലാത്ത തട്ടിപ്പും കൊണ്ട്, പുതിയ തട്ടിപ്പും കൊണ്ട് വന്നാൽ ഈ പരിപ്പൊന്നും ഇവിടെ വേവത്തില്ല. നീ പുതിയത് എന്തെങ്കിലും കണ്ടുപിടിച്ചോണ്ടോ. പിന്നെ ഷിതയുടെ കേസ്, ഷിത എന്നൊരു കുട്ടിയാണ് എനിക്ക് കുറച്ച് ഫണ്ട് തന്ന് സഹായിച്ചിട്ടുള്ളത്. തർക്കമൊന്നുമില്ല, ശരി തന്നെയാണ്. അതിനകത്ത് ഞാൻ ഇതുവരെ നോ എന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല. പക്ഷേ ഷിത ഇങ്ങനെ ഗുണ്ടകളെ വെച്ച് ഇത് പിരിക്കാനാണ് ഷിത പ്ലാനിങ്. ഷിത ഗുണ്ടകളെ വെച്ച് തന്നെ പിരിച്ചോ ഷിത? അതിലെനിക്കൊരു പ്രശ്നമില്ല. തന്നതിൻ്റെ രേഖ ചോദിച്ചാൽ രേഖ വെക്കണം. രേഖ വെക്കി, രേഖ കൊണ്ടുവന്ന് സ്റ്റേഷനിൽ സ്റ്റേഷനിൽ സ്റ്റേഷൻ ഓഫീസറുടെ മുമ്പിൽ വെച്ച് പണം അങ്ങോട്ട് തന്നേക്കാം. ഇല്ലാച്ചാൽ മിണ്ടരുത്, അത്രേ ഉള്ളൂ. ഇനി നീയൊക്കെ പറഞ്ഞാൽ ഇവിടെ ഒരു പൂടയില്ല. ഇത്രയും നാൾ അതും ഞാൻ ഈ എല്ലാവരും എടുത്തു വെച്ചപ്പോൾ ഒരു വീഡിയോ, ഒരു മഞ്ഞ ചുരിദാറിട്ട വീഡിയോയുടെ കാര്യം കുറേ പേര് ചോദിക്കുന്നുണ്ട്. ദയവ് ചെയ്ത് മനസ്സിലാക്കുക, അതൊക്കെ ഒരു വർഷം മുമ്പേ ഉള്ള വീഡിയോസാണ്. അതൊക്കെ ഇപ്പോൾ എടുത്ത് അപ്ലോഡ് ചെയ്യാണ്, വേറൊന്നുമല്ല. നമ്മൾ പറയുന്നത് കൃത്യമാണ്. ഈ സാധനം കയറിയാൽ ആർക്കൊക്കെ പ്രശ്നം ഉണ്ടാകും, അവരാണ് ഈ ഡീഗ്രേഡിന് വേണ്ടി ഇതിടുന്നത്. ഇന്ന് ഒരാളെൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ പ്രശ്നം, തല്ലിയോ പിടിച്ചോ എന്നുള്ളത്. കേസിൻ്റെ നമ്പർ പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. 2024 നടന്ന ഒരു സംഭവമാണ് അതവിടെ നെറ്റിക്കിടപ്പുണ്ട്. ഞാൻ ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടില്ല, എനിക്കത് ഡിലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമില്ല. എന്നെ ഉപദ്രവിച്ചാൽ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. എനിക്ക് അതിനകത്തൊരു മാറ്റമില്ല. 2 പ്രാവശ്യം ഞാൻ കേസ് കൊടുത്തു, 2 പ്രാവശ്യം കേസ് എടുത്തില്ല. ഒരു പ്രാവശ്യം കേസ് എടുത്തു, എന്നിട്ട് അതാ എന്നോട് ചോദിക്കും. അപ്പം ഒരു വശമല്ലല്ലോ, 2 വശവും കേൾക്കണ്ടേ? ഒരു വശം മാത്രം കേട്ടുകൊണ്ട് ആ കേസ് സോൾവ് ചെയ്തു. 2ാമത്തെ കേസ് കൊടുക്കുമ്പോഴത്തേ അവർ പറഞ്ഞു അവരിവിടെ ഇല്ല, അബ്സ്കോൾഡഡ് ആണ്. ഡെയിലി ഇരുന്ന് ലൈവ് ഇടുന്നവൻ കാണാനില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കുക? നമ്മൾ സ്വാഭാവികമായി അവിടെ ചെന്നു റേസ് ആകുന്നു, സ്ഥലത്ത് അവനുണ്ടെന്നുള്ളതിൻ്റെ കാണിച്ചു കൊടുക്കണം, നമ്മൾ വീഡിയോ എടുക്കുന്നു, അത് കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കാണിക്കുന്നു. അതിന് കൃത്യമായ ആപ്റ്റായ ആക്ഷൻ അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് വേണ്ടിയിട്ട് അത്രയും സപ്പോർട്ടീവായ രീതിയിലാണ് കടയ്ക്കൽ പോലീസ് നിന്നിട്ടുണ്ടായിരുന്നത്, കേസ് എടുത്തിട്ടുമുണ്ട്. ചിലപ്പോഴൊക്കെ ഒത്തിരി SP കൊണ്ടൊക്കെ നമുക്ക് പറയിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം ഇവർക്ക് ചില ഇതുണ്ട്, അതായത് ഈ പാർട്ടി തലങ്ങളിലുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇച്ചിരി ഉയർന്ന ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് പോയി കാര്യങ്ങൾ പറയും. അതെൻ്റെ സ്ഥിരം പരിപാടിയാണ്, ഞാൻ അങ്ങനെ സ്ഥിരം ചെയ്യാറുണ്ട്. അവിടെ എനിക്ക് വാസ്തയോ റെക്കമെൻഡേഷനോ ഫണ്ടിങ്ങോ ഒന്നുമല്ല. പിന്നെ പണം കൊടുക്കാനുണ്ട്, ആണ് ഭയങ്കര കുഴപ്പം. അതുകൊണ്ട് ഷെഫീനെ രഹസ്യമായിട്ട് ഒളിച്ച് താമസിക്കുകയാണ്.
22 വർഷമാണ് ഷെഫീന പ്രവാസിയായിരുന്നത്. 22 വർഷത്തെ ഷെഫീനയുടെ പ്രവാസത്തിൽ 1 രൂപ ഏതെങ്കിലും ഒരു പ്രവാസി വന്ന് പറയട്ടെ ഷെഫീന 1 രൂപ വാങ്ങിയതായിട്ട് 22 വർഷത്തെ എൻ്റെ പ്രവാസത്തിൽ ഒരു സാധനവും കൊണ്ടുവന്ന് വെക്കാനില്ല. അങ്ങനെ നാട്ടുകാരെ പണം വാങ്ങി തിന്ന് ജീവിക്കേണ്ട ഗതികേട് എനിക്കില്ല. വല്ലവളുമാരും അവിടെ എവിടെ കിടന്ന് എച്ചിലു കോരികൾ കിടന്ന് കുറേ വർത്തമാനം പറഞ്ഞുകൊണ്ട് വന്നാൽ ഷെഫീനക്ക് താഴത്തെ പൂട. അതിനപ്പുറം ഇതിനകത്ത് ഒരു മൂല്യവും ഞാൻ കൽപ്പിക്കുന്നില്ല. വന്ന് ചോദിച്ചത് കൊണ്ട് മാത്രം, നിങ്ങളുടെ റിക്വസ്റ്റ് അനുസരിച്ചിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തിനാണെന്ന് അറിയാമോ? ഇതുപോലൊരു അവസരം എനിക്ക് മുൻപുണ്ടായിരുന്നു, ഒരു വർഷം മുമ്പ് വരെ. നല്ല ടൈമിൽ വീഡിയോ ചെയ്തു പോകുന്ന ഒരു അവസരത്തിൽ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകും. നമ്മളെ ഡൈവേർട്ട് ചെയ്യുക എന്നുള്ള ഒരൊറ്റ ഇൻറ്റൻഷനാണ് ഈ നമ്മൾ എതിർക്കുന്നത് ആരെയൊക്കെയാണ് തട്ടിപ്പ് നടത്തുന്നത്. ഇപ്പം റീസെൻ്റ് ഇന്ന് ഫിജോയെ പിടിച്ചിട്ടുണ്ടായിരുന്നു പോലീസ്. എന്തിനാ ഫിജോ പോലീസിനെ തെറി വിളിച്ചെന്ന്? പോലീസിനെ എന്തിനാ ഫിജോ തെറി വിളിച്ചത്? പോലീസുകാർ എന്തെങ്കിലും കാണിക്കാതെയാണോ തെറി വിളിക്കുന്നത്? ചുമ്മാതെ പോലീസിനെ ആരെങ്കിലും തെറി വിളിക്കും? സത്യം പറയാം, ഞാനും മിക്കവാറും പോകുമ്പോഴത്തേക്ക് ഏറ്റുമാനൂർ പോലീസുകാരുമായിട്ട് നല്ല മുട്ടൻ ലഹള ഉണ്ടാകാറുണ്ട്. ഞാൻ കൊണ്ട് കൊടുക്കുന്ന പെറ്റീഷൻ അവർ എടുക്കാറില്ല. ഇതിൻ്റെ കാര്യം പറയും, ഇവിടെയല്ല നിങ്ങൾ ഗാന്ധിനഗറിൽ പോ, അല്ലെങ്കിൽ പിന്നെ വേറെ നിങ്ങളെ നാട്ടിൽ പോ. ഇങ്ങനെ കുറേ തട്ടുകേട് പറയുമ്പോൾ ഞാൻ ഒരു തമ്മിൽ നല്ല തർക്കം വരാറുണ്ട്. അതുമാത്രം ഞാൻ തിരിച്ച് പറയുന്നതുകൊണ്ട് ഈ കേസ് എടുക്കാൻ ഒക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒഴിവാക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പം നമ്മൾ തമ്മിൽ ശകടയുണ്ട്. അതുകൊണ്ട് എനിക്കെതിരെ അവർ കേസ് കൊടുത്തിട്ടില്ലല്ലോ. അവരെന്തിനാ എനിക്കെതിരെ കേസ് കൊടുക്കുന്നത്? ഇന്നവരെ പോലീസുകാർ എനിക്കെതിരെ ഞാൻ ഒരു റൗഡിയാണെന്ന് പറഞ്ഞിട്ട് എവിടെയും കേസ് കൊടുത്തായിട്ട് എനിക്കറിയത്തില്ല. ഇത് റൗഡി ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. എന്തുകൊണ്ട് റൗഡി ലിസ്റ്റ് വന്നു? എങ്ങനെ വന്നു റൗഡി ലിസ്റ്റ്? അത് പറഞ്ഞാണ്. ഇത്രയധികം കേസുള്ള ഒരു സ്ത്രീയെ അപ്പുറത്ത് തൂക്കി തലയെ വെച്ചുകൊണ്ട് ഒരു പറ്റം പെണ്ണുങ്ങൾ നിന്നുകൊണ്ട് ഷെഫീന കുഴപ്പമാണെന്ന് പറഞ്ഞാൽ ഷെഫീനക്ക് ഒരു കുഴപ്പവും വരാനില്ല. എൻ്റെ 1,30,000 രൂപ ആ സ്ത്രീ വാങ്ങി നൽകിയിട്ടുണ്ട്. ആ സ്ത്രീ ഞാനൊരു തട്ടിപ്പുകാരിയാണ് എന്നിങ്ങനെ വരുത്തി തീർത്തു കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് ഇഷ്ടംപോലെ ആളുകളെ തട്ടിക്കാം. ഷെഫീന അങ്ങനെ ഒരു പരിപാടിയിലില്ല. ആർക്ക് വേണമെങ്കിലും പൈസ വേണമെന്നുള്ളൊരു ഡയറക്റ്റ് വരിക. എൻ്റെ സ്റ്റേഷൻ പരിധി ഏറ്റുമാനൂരാണ്. ഇവിടെ വരിക അല്ലെങ്കിൽ കല്ലമ്പലം. ഇവിടെ വന്ന് നിങ്ങൾ പറഞ്ഞാൽ രേഖ കൊണ്ടുവരണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ PDF ഉണ്ടാക്കുന്ന സാധനമൊന്നും എടുക്കത്തില്ല. രേഖ കൃത്യമായിട്ട് കൊണ്ടുവന്ന് അവിടെ സബ്മിറ്റ് ചെയ്ത് 500 രൂപയെങ്കിൽ 500 രൂപ. സാമ്പത്തിക ക്രമക്കേട് അങ്ങനെയാണ്. 500 രൂപയാണെങ്കിൽ നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ കേസ് വരും. അതങ്ങനെയാണ്. 420 വരും. നിങ്ങൾ അവിടെ കൊണ്ടുവന്ന് കൊടുക്കുക, ഞാൻ അവിടെ കൊടുത്തോളാം, അവിടെ സബ്മിറ്റ് ചെയ്തോളാം. അല്ലാതെ ഏതെങ്കിലും ഗുണ്ടികളെയല്ലേ ഏൽപ്പിക്കേണ്ടത്. അത് അവരുടെ സ്ട്രാറ്റജി. അവൾ അങ്ങനെ ചിന്തിക്കുന്നതാണ്. പവർ ടോക്സ് എന്ന് പറയുന്ന വൃത്തികെട്ടവൻ ചെയ്തത് എന്താണ്? ഒരു പെൺകുട്ടിക്ക് വാട്സപ്പ് ത്രൂ സെക്സ് ചാറ്റ് നടത്തി. ഈ സെക്സ് ചാറ്റിൽ ആ പെൺകുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടായി. പുറത്തറിഞ്ഞാൽ എനിക്ക് പ്രശ്നമാണ്, അജ്മാൻ വരെ വരുമോ, നിന്നെ ഞാൻ അജ്മാനി പൊന്നു പോലെ നോക്കിയാണ്. ഇവിടെ സിറിയയിൽ ആട് മേയ്ക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് പെൺകുട്ടികൾ ഇസ്ലാമിയരാണെങ്കിൽ പറയുന്ന ഒരു സമയത്താണ് ഈ ക്രിസംഗി നാറി ആ പെണ്ണിനെ അങ്ങോട്ട് വിളിച്ച. പെണ്ണെന്ന് പറയുമ്പോൾ കൊച്ചു പെണ്ണെന്ന് വിചാരിക്കരുത്. 3 മക്കളുടെ ഉമ്മാണ്. 3 മക്കളുടെ ഉമ്മ ആയ ഒരു പെൺകുട്ടിയെ അജ്മാനിലേക്ക് വിളിക്കുകയാണെന്ന് സെക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ പെൺകുട്ടി പോകാൻ ഭയന്നിട്ട് മടിച്ചിട്ട് എൻ്റെ അടുത്ത് ഒന്ന് ഇതൊന്ന് പബ്ലിഷ് ചെയ്യും, അല്ലെങ്കിൽ അവനോടൊന്ന് വിലക്കൂ എന്ന് പറഞ്ഞാൽ ഞാൻ അതിനനുസരിച്ചിട്ടൊരു വീഡിയോ ചെയ്തു. ഉടനെ ഇവൻ്റെ രാത്രി വെപ്പുകാരിയായ ഈ പറയുന്ന ഓസ് എന്ന് പറയുന്ന ഈ പെണ്ണ് അവൻ്റെ കൂടെയാണ്. പവറേട്ടനെ പറഞ്ഞാൽ അവൾക്ക് ഉടനെ നോക്കും. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല? ഞാൻ ചോദിക്കട്ടെ, ഇത്ര നാൾ വരെ ഓസ് മലയാളിക്ക് ഇത് അറിയത്തില്ലായിരുന്നോ? എന്താ ധൈര്യമില്ലായിരുന്നോ? ഇത്രയും നാൾ ഇത്രയോ എവിഡൻസ് ഒക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഓസിന് ഇതിനെതിരെ സംസാരിക്കണമെന്ന് തോന്നിയില്ല? എന്തുകൊണ്ട് തോന്നിയില്ല? അതിൽ തന്നെ ഉണ്ടല്ലോ വ്യക്തം. അപ്പോൾ ആ പിക്ചർ അവിടെ ശരിയാണ്. ഇത് ഇങ്ങനെ പറഞ്ഞാൽ ഇതിനെ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്യാം, ഇതൊക്കെ തോന്നലാണ്. ഈ പൈസ വാങ്ങി അങ്ങനെ ചെയ്തു, പൈസ തട്ടിപ്പ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുമ്പോൾ ഷെഫീനായി ഡീഗ്രേഡ് ചെയ്ത് അങ്ങ് ഒന്നും പറയാനില്ല. ഇതിന് 1 വർഷം മുമ്പ് പറഞ്ഞെന്താണ്, ഞാൻ ആക്സിഡൻ്റ് ആക്കി. തന്നെയാണോ? ആ വണ്ടിയാകുമ്പോൾ ആക്സിഡൻറ്റിൻ്റെ ഒക്കെ ഉണ്ടോ? ആക്സിഡൻ്റ് ആയാൽ മരിച്ചുപോയി. എന്നിട്ട് ഞാൻ അപ്സ്കോൾഡഡ് ആണ്, ഒളിച്ച് കിടക്കും. ആണോ? എന്നിട്ട് ആ കേസ് ഇപ്പോഴും നടക്കുന്നുണ്ട്. അത് ശരിയല്ലേ? അതിൻ്റെ റെക്കോർഡും ബാക്കി ഡീറ്റെയിൽസ്. പിന്നെ അടുത്ത് പറഞ്ഞ എന്താണ്, എൻ്റെ തുണിയില്ലാത്ത പിക്ചർ ഉണ്ടെന്ന്. ഞാൻ നാട്ടിലുള്ള ആണുങ്ങൾക്ക് മുഴുക്ക തുണിയില്ലാത്ത പിക്ചർ അയച്ചു കൊടുക്കണം. ആണോ? എന്നാൽ കൊണ്ടുപോയി കാണട്ടെ. നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ ആ തുണിയില്ലാത്ത പിക്ചർ പബ്ലിഷ് ചെയ്യുമെന്ന്. ഇത് പറയണതാരാ? ഒന്നും പറയാൻ പോയില്ല. നീ പബ്ലിഷ് ചെയ്യടേ, നീ എന്ത് കോപ്പ കാണിയിരി. ഞാൻ എൻ്റെ പാടുമൊക്കെ അങ്ങ് മാറിയിരുന്നു. ഇത് അതേപോലെ തന്നെ പച്ചത്തെറി വിളിച്ചുകൊണ്ടാണ് ജാഫർ ബിഗ് ബോസിലേക്ക് പോയത്. എന്നിട്ട് എന്തായി? ഇതിനേക്കാൾ ഉപരി ഒരു പെണ്ണിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ പറഞ്ഞ എന്താണ്, നീ ജോലി ചെയ്ത് ജീവിക്കണം. തനൂജ CM. ഉടനെ അവൾ അടുത്തത്, അവൾക്ക് പൈസ ഫണ്ട് കൊടുത്തത് സായി കൊടുത്തിരിക്കുന്നു. ഫണ്ട് വിവി അവൾക്ക് ചേർന്ന് നിന്നുകൊണ്ട് ചാലടിച്ച് കളഞ്ഞിരിക്കുന്നു. ഇവർ ചെയ്യാത്ത കുതന്ത്രങ്ങളൊന്നുമില്ല. അപ്പുറത്ത് ഒരു പറ്റം ചാനലുകാരാണ് നിൽക്കുന്നത്. എന്തടിസ്ഥാനത്തിലാണ്? എന്ത് മലരാണ്? നിങ്ങൾ എന്ത് കോപ്പ് പറഞ്ഞാലും അത് കേൾക്കുന്നവർ കേട്ടുകൊണ്ട് അങ്ങ് നീങ്ങി നിന്നേക്കുക. എൻ്റെ അടുത്ത് ഒന്നും ചോദിക്കേണ്ട. ഞാൻ ഇപ്പോഴും പറയണ ക്ലിയർ ആയിട്ട് പറയണു, നിയമപരമായിട്ട് കൃത്യമാണ്. സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ കൊണ്ടുവയ്ക്കുക. ഈ പറയുന്ന ചുണ്ണിയായിരുന്നാലും സബീനായിരുന്നാലും ഗ്രൂപ്പിൽ കിടന്നുകൊണ്ട് കാണിച്ച കസർത്ത്
ഇവിടെ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അതെൻ്റെ നീതിയാണത്. ഇപ്പം എൻ്റെ വീട്ടിൽ ഞാനൊരു പെണ്ണെ ജോലിക്ക് നിർത്തിയിരിക്കുന്നു. ആ പെൺകുട്ടി ഞാൻ അറിയാതെ ഒരുത്തനെ വിളിച്ച് വീട്ടിൽ കയറ്റി, അത് ഞാൻ അറിഞ്ഞാൽ അന്ന് അവളെ പിടുത്തു വിടും. അതെൻ്റെ രീതിയാണ്. എൻ്റെ വീട്ടിൽ ആഭാസം പറ്റത്തില്ല, എൻ്റെ വീട്ടിൽ വ്യഭിചാരം പറ്റത്തില്ല. അത് പറയാനുള്ള റൈറ്റ്സ് എനിക്കില്ലേ? അതേപോലെ തന്നെയാണ് ഒരു ഗ്രൂപ്പ്. അതിനകത്ത് കുറേ പിള്ളേർ വരുന്നു, കൂട്ടായ്മയാണ്, കുട്ടികൾ സൗഹൃദം പങ്കുവയ്ക്കാൻ വരുന്നതാണ്. അവിടെ ഇരിക്കുന്ന ബാക്കിയുള്ള പെണ്ണുങ്ങൾക്കൊക്കെ ഭർത്താവ് ഉണ്ടാകാം, ഭർത്താവ് ഉപേക്ഷിച്ചവരാകാം. അവരുടെയൊക്കെ മുന്നിൽ ഭർത്തൃമതിയായ ഒരുത്തി വേറൊരുത്തനുമായിട്ട് കിടന്ന് കൊഞ്ഞയും കുഴയും ചെയ്താൽ എനിക്കത് ബുദ്ധിമുട്ടാണ്. അത് ബാക്കിയുള്ളവർ വന്ന് പരാതി പറയുന്നുണ്ടായിരിക്കില്ല അങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുക്കുന്നത്. ഇറങ്ങിപ്പോന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഇറങ്ങിപ്പോന്ന് പറയുകയാണ്. പിന്നെ അപ്പുറത്ത് നിൽക്കുന്നവരെല്ലാം കൂടെ യുണൈറ്റഡ് ആയി നിന്നിട്ട് കൊണയടിച്ച അവിടെ എനിക്കൊരു മലരുമില്ല. ഒരു സമയം വരെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷമൊക്കെ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. ഈ പിള്ളേരൊക്കെ എന്താ ഇങ്ങനെ ചെയ്യുന്നേ? ഹാഷായിട്ട് ഞാൻ സംസാരിച്ചോ, അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ചെയ്തോ? ഈ ഗ്രൂപ്പിലേക്ക് ആൾ വരിക, ഓരോരുത്തരും പേഴ്സണലായി പോയി ബ്രെയിൻ വാഷ് ചെയ്യുക. അയ്യേ, സ്വൽബുദ്ധികളൊന്നും എൻ്റെ കൂടെ നിൽക്കണ്ട. എൻ്റെ കൂടെ നിൽക്കണമെങ്കിൽ അത്രത്തോളം സ്റ്റാൻഡേർഡ് ഉണ്ടാകണം, അത്രത്തോളം സൂപ്പർ വിമൺ ആയിരിക്കണം, അവർക്ക് എൻ്റെ ഒപ്പം നിൽക്കാൻ പറ്റുള്ളൂ. നുണകൾ എൻ്റെ അടുത്ത് പറ്റത്തില്ല, ഇതുപോലെ വ്യഭിചാരം എൻ്റെ അടുത്ത് പറ്റത്തില്ല, അതേപോലെ തട്ടിപ്പ് വെട്ടിപ്പ് കേസുള്ളവരെ ഞാൻ എൻ്റെ കൂടെ ചേർത്ത് പിടിക്കത്തില്ല. ഒരു രീതിയിലെ ജസ്റ്റിഫിക്കേഷനും ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല. മറ്റൊരുത്തിയുടെ ഭർത്താവിനെ കൊണ്ടുവന്ന് നടക്കുന്നവർക്കൊന്നും എൻ്റെ കൂടെ ഒരു സൗഹൃദവും ഞാൻ അനുവദിച്ചു കൊടുക്കത്തില്ല. തട്ടിപ്പും വെട്ടിപ്പും ഞാൻ അംഗീകരിക്കുന്ന വ്യക്തിയേ അല്ല. എൻ്റെ പേർക്ക് തട്ടിപ്പും വെട്ടിപ്പിൻ്റെ ഒരു കേസ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുമില്ല. പിന്നെ ഇല്ലാത്തൊരു കാര്യത്തിന് ഞാൻ മറുപടി പറയണമെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഈ ഉള്ള കാര്യത്തിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കും, ഞാൻ മറുപടി പറയാം. എനിക്ക് 4 ഭർത്താവെന്ന് പറയുന്നു. എവിടെയടേ? കാണിച്ചതാ, ഞാൻ കാണട്ടെ, എനിക്കും കൂടെ കാണിച്ചതാ. നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ പറ്റി മോശം പറയണത്, ഇതൊക്കെ നിങ്ങൾ എനിക്കൂടെ കാണിച്ചതാ. അവൻ 10ാം ക്ലാസ് പോലും പാസ്സായില്ലെന്നാണ് പറയുന്നത്. ഗ്രാമർ സ്കൂളിൽ പഠിച്ച കുട്ടി 11th ഗ്രേഡ് വരെ ഗ്രാമർ സ്കൂളിൽ ദുബായിൽ പഠിച്ച ലെവൽ പഠിച്ച ഒരു കുഞ്ഞ് 10ാം ക്ലാസ് പാസ്സായില്ലെന്ന് പറയുമ്പോൾ അത്ര വിവരമുള്ളവരടുത്ത് നമ്മൾ എന്തോ പറയാനാ? ഇതേപോലെ വീട്ടിൽ വന്ന് അട്ടിപ്പേറ് കിടന്ന് സ്നേഹം ഭാവിച്ച് നടന്നാണ്. അതിൻ്റെ അടുത്ത മാസം തന്നെ തട്ടിപ്പിൻ്റെ ഇത് നേർരൂപം ഇവരെ കൂട്ടത്തിൽ നിന്ന് തന്നെ അവർ പുറത്തു എന്ന് പറഞ്ഞു. ഈ കൂട്ടായ്മ എപ്പ വേണോ പോലും തകരാം. ഈ കൂട്ടായ്മയിൽ നിന്ന് പുറത്ത് വന്നിട്ട് എന്ത് പോക്കൃത്തരവും വിളിച്ചു പറഞ്ഞോളൂ. അവർ തന്നെ പരസ്പരം പറഞ്ഞോളൂ. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതിനപ്പുറം എനിക്ക് ഇതിനകത്തൊന്നും ഒന്നും പറയാനില്ല. പിന്നെ വിദേശത്തിരുന്നുകൊണ്ട് കൊണയടിച്ചാൽ അങ്ങ് രക്ഷപ്പെടാം, സൂപ്പറാണെന്നുള്ള ആ ചിന്ത അത് നീ അങ്ങ് മടക്കി പോക്കറ്റിൽ വെച്ചാൽ മതി. നിന്റെ വിദേശത്തിൽ നിന്നുള്ള കൊണക്കി ഞാൻ മറുപടി തരുന്നുണ്ട്. അതായത് ഇത് വിസ തട്ടിപ്പ് ഗ്യാങ്ങാണ്. ഓസ്ട്രേലിയൻ വിസയാണ് ഫിജോ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വെറും വിസ അല്ല കേട്ടോ, PDF ഉണ്ടാക്കിയ ഫേക്ക് വിസ, അതിലാണ് പെട്ടത്. ഫേക്ക് വിസയിലാണ് പെട്ടത്. അപ്പം ഈ വിസ ഉണ്ടാക്കി കൊടുത്തത് ആരാണ്? അത് ഈ പെണ്ണാണ്. ഈ പെണ്ണിനെ അവളുമായിട്ടുള്ള ലിങ്ക് നമുക്കിത് അറിയത്തില്ല. നമ്മളോട് സൗഹൃദം കൂടി. വിഷയം എത്രയേ ഉള്ളൂ, നമ്മൾ ശക്തമായ ഭാഷയിൽ സംസാരിക്കും. മാത്രമല്ല നമ്മൾ പറഞ്ഞാലൊരു അക്സെപ്റ്റൻസ് ഉണ്ട്, നുണ പറയത്തില്ല. എൻ്റെ പ്രശ്നം അതാണ്, ഞാൻ നുണ പറയാനേ നിൽക്കത്തില്ല. എൻ്റെ കാര്യമില്ല. നമ്മൾ ഇന്ന് പറഞ്ഞാൽ നാളെ മറന്നുപോകും. ഷിത എന്ന് പറയുന്ന പെൺകുട്ടിയുടെ നിന്ന് പൈസ വാങ്ങിയത് അന്നും പറയുന്നുണ്ട്, ഇന്നും പറയുന്നുണ്ട്, ഇന്നലെയും പറഞ്ഞു, മെനങ്ങാന്നും പറഞ്ഞു, എപ്പോഴും പറയുന്ന കാര്യമുണ്ട്. അതാ ഇപ്പോഴും പറയുന്നു, അതെ വാങ്ങിയിട്ടുണ്ട്, അതെനിക്കറിയാമല്ലോ, വാങ്ങിയിട്ടുണ്ട്. പക്ഷേ എത്ര എമൗണ്ട് എന്നുള്ളത് അവൾ കൊണ്ടുവയ്ക്കണം, രേഖ കാണിക്കണം. ആ രേഖയ്ക്ക് അനുസരിച്ചിട്ട് അവൾ അയച്ച പൈസ പൈസ വിടാതെ കൊടുക്കും. അതിൻ്റെ കൂടെ ചാറ്റ് ഹിസ്റ്ററിയും കൂടെ കാണിക്കണം, എന്തിനയച്ചു എന്നുള്ളതും കൂടെ കാണിക്കണം. അപ്പോൾ അതിനകത്തുണ്ടാവും തറോ ഇങ്ങനെ കുറേ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തരാ ആവുമെന്നടി. എടി, ഞാൻ പറഞ്ഞല്ലേ, പല തന്തയ്ക്കുണ്ടായ സ്വഭാവം കാണിക്കുന്ന നിന്നെ പോലെ പല ഞാൻ പറഞ്ഞ കേറിയ ഉള്ള നാറികളെടുത്തൊന്നും എനിക്കൊന്നും പറയാനില്ല. പിന്നെ നീ പാവാട പൊക്കി കാണിച്ചു കൊടുക്ക് പവറിന് നിന്റെ പാവാട പൊക്കുമ്പോൾ നല്ല രസമുണ്ട്, ചേലുണ്ട്, അവനിക്ക് അത്യാവശ്യം കൂട്ടിയും കൊടുക്കുക. അതൊക്കെ നീ ചെയ്തോ. അതിനൊന്നും ഷെഫീനായി കൂട്ടുപിടിക്കേണ്ട കാര്യമില്ല. ഷെഫീൻ ഇതാ ഉറച്ചു തന്നെ നിൽക്കുന്നതാണ്. നിങ്ങൾ രണ്ടും ചെയ്ത വൃത്തികേടുകൾ, അതിനകത്ത് ഗ്രൂപ്പ് ഉണ്ടാക്കി പെൺകുട്ടികളെ ചേർത്ത് വെച്ചിട്ട് നീ കാണിച്ച വൃത്തികേടുകൾ ഒക്കെ ഞാൻ മനഃപൂർവ്വമായി ഒളിച്ചു വെച്ചതാണ്. സനുവിനെ പറ്റി നീ പറഞ്ഞത്, സനു എൻ്റെ അടുത്ത് മിണ്ടുന്ന സമയത്ത് നിന്റെ വെപ്രാളം, നിന്റെ കുത്തിക്കിഴപ്പ് ഒക്കെ ഞാൻ ശ്രദ്ധിച്ചാണ്. പക്ഷേ ഇതൊന്നും ഞാൻ സനുവിൻ്റെ അടുത്ത് പറയുകയോ ഒരു പ്രശ്നം ഉണ്ടാക്കാനോ ഇതുവരെ നിന്ന് സനുവിൻ്റെ അടുത്തൊന്നുമല്ല, എൻ്റെ കൂടെ ചേർന്ന ഒരു പെൺകുട്ടികളടുത്തും അവിടെ അവരെന്ത് പറഞ്ഞു ഇവരെന്ത് പറഞ്ഞു എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ മന്ദബുദ്ധിയോ അല്ല ഞാൻ. എനിക്കിതെല്ലാം മനസ്സിലാവും, ആരെൻ്റെ ഒപ്പം ഉണ്ടെന്നും ആരെൻ്റെ ഒപ്പം ഇല്ല എന്നും, ആരെന്നെ ഒരുപാട് ഒലിപ്പിക്കുന്നത്, ഇതൊക്കെ എനിക്ക് നല്ല ബോധ്യമുള്ള ആളാണ്. അപ്പം ഇതിന് സൊല്യൂഷൻ എന്താണെന്നും എനിക്കറിയാം. അത് ഞാൻ പറഞ്ഞല്ലോ, നിയമപരമായി തന്നെ പോകും, അത്രയേ ഉള്ളൂ. ഞാൻ മുൻപ് ചെയ്ത അബദ്ധം ഈ കാര്യത്തിൽ ചെയ്താൽ മുൻപ് അബദ്ധമാണ് ചെയ്തത്. കാരണം ഫിജോയുടെ വിഷയത്തിൽ എനിക്ക് അബദ്ധം പറ്റിയിരുന്നു. അന്നും ഈ പോലീസുകാർ പറഞ്ഞത് കേട്ടിട്ട് മൗനമായി പോകാതെ കേസുമായിട്ട് മുൻപോട്ട് പോകണം. ഞാൻ ചെയ്തില്ല, കേസ് വേണ്ട എനിക്കെന്ന്. അതിപ്പോഴും എനിക്ക് അതിനകത്ത് ഒരു റിഗ്രഷൻ ഇല്ല. അതിൻ്റെ റീസൺ എന്തെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ചെളിയിൽ മുങ്ങി നിൽക്കുന്ന ഒരു സ്ത്രീക്ക് ഒരു പിടി ചെറിയും കൂടെ എറിഞ്ഞ് നമ്മുടെ കൈ ചീത്തയാവുന്നല്ല വേറെന്താണ്? പറയുന്ന മുഴുക്ക നുണയാണ്. ഇന്ന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ വെച്ചൊരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു. ഇവളുടെ
കൂടെ നടക്കുന്ന ആ വെപ്പാട്ടൻ്റെ സഹോദരിയുടെ മകളാണ്. ആ പെങ്കൊച്ച് പറഞ്ഞത് കേട്ടാ അന്തം വിട്ടിരിക്കുകയാണ്. അവൻ്റെ മകള് മൂത്ത ആദ്യത്തെ ഭാര്യ, ഇപ്പോഴുള്ള വെപ്പാട്ടിയല്ല, അതിന് മുമ്പുള്ള റമീ റഹ്മാന്റെ മൂത്ത കുട്ടിക്ക് 25 വയസ്സുണ്ട് അത്ര. 25 വയസ്സുള്ള മകളെ കെട്ടിക്കുന്നതിനെ പറ്റി ടെൻഷനില്ല അവന്. എൻ്റെ 27 വയസ്സുകാരൻ മകനെയാണ് അവന് ടെൻഷൻ. 27 വയസ്സുകാരൻ മകനാണോ 25 വയസ്സുകാരൻ മകളാണോ ബാധ്യത, അത് ആലോചിക്കുക. എനിക്ക് അതും പറഞ്ഞു തരാൻ അറിയത്തില്ല. അപ്പം അത് ആ കുട്ടി സ്വയം കഷ്ടപ്പെട്ട് എന്തൊക്കെ അവൾ പറയുന്നുണ്ട്, അതൊന്നും നമുക്ക് അറിയത്തില്ല. നമ്മൾ അതിനകത്തേക്ക് പോകുന്നില്ല. ഞാൻ ആ ഒരു ടോപ്പിക്കേ എടുക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം തൊഴുമ്പ് കെട്ട ഒരു കുടുംബമാണെന്ന് അത് മണ്ടേ മനസ്സിലായതാണ്. അവൾ തന്നെ, ആ കുട്ടി തന്നെ ഹെർസെൽഫ് പറയുന്നത് നോണയാണെന്ന് പറയരുത്, എൻ്റെ റെക്കോർഡുണ്ട്. ഇരുന്ന് സംസാരിച്ചതിന് CCTV പോലീസ് സ്റ്റേഷൻ എടുത്താൽ അവിടെ ഉണ്ട്, CCTV ഉണ്ട്. ഞാൻ ചെല്ലുമ്പോഴും പോലീസുകാരൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, നിങ്ങളുടെ ശത്രു ഇല്ലേ പിടിച്ചിട്ടുണ്ട്, ഇവിടെ നിന്ന് ഡ്രാമ കാണിച്ചിട്ട് മെഡിക്കലിന് കൊണ്ടുപോയിട്ടുണ്ട്, ഇപ്പം മെഡിക്കൽ കഴിഞ്ഞ് തിരിച്ചു വരും. ഞാൻ പറഞ്ഞു സാറേ എനിക്ക് ഇതൊന്നും കേൾക്കാനും താല്പര്യമില്ല, എനിക്കിതിനെപ്പറ്റി പറയാനും താല്പര്യം, ഞാൻ അറിഞ്ഞുമല്ല വന്നത്. ഞാൻ വന്നത് ഈ പറയുന്ന ചുണ്ണിയുടെ വിഷയത്തിലാണ്. നിങ്ങൾ ഇതിനെതിരെ കേസ് എടുക്കുമോ ഇല്ല, അല്ലെങ്കിൽ എനിക്ക് കമ്മിങ് 2 ഡേയ്സിൽ ഞാൻ തിരുവനന്തപുരം പോകുന്നുണ്ട്, ഞാൻ എൻ്റെ ലൊക്കാലിറ്റിയിൽ കൊണ്ടുപോയി കേസ് എടുപ്പിക്കും. ഇപ്പോൾ എനിക്കെതിരെ പറഞ്ഞ ഇതിനേക്കാൾ വൾഗർ പറഞ്ഞതാണല്ലോ ജസ്ന സലീം. എന്നിട്ട് എന്തായി? കേസ് എടുത്തില്ലേ? ജാമിദ് എന്തു പറഞ്ഞു? ഞാൻ ഏതാണ്ട് പിന്നെ അവിടുന്ന് വന്നതാണെന്ന്, ഇവിടെ ചാരവനിതയാണെന്ന്. ഒന്നും പറയാനില്ല. ഇതിനപ്പുറവും പറയും. അവനവൻ്റെ കള്ളം മറയ്ക്കാൻ മറ്റുള്ളവരെ കള്ളിയാക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഞാൻ തെളിവ് വെച്ചാ പറഞ്ഞത്. പവർ എന്ന് പറയുന്ന പവർ ടാക്സുകാരൻ ജോണി സ്ഥിരമായി പെൺകുട്ടികളെ വിളിച്ച് സംസാരിച്ചതിൻ്റെ തെളിവാണ് ഞാൻ കൊണ്ടുവച്ചത്. ആ പെൺകുട്ടിയുടെ വോയിസാണ് ഞാൻ കൊണ്ടുവച്ചത്. അതിന് മറുപടി പറയുക. ഫേക്ക് ഡോക്യുമെന്റ് ഉണ്ടാക്കി വിസ തട്ടിപ്പിൽ കൂട്ടുനിന്നത് കൊണ്ടാണ് ഫിജോയെ തൂക്കി വെച്ചുകൊണ്ട് നിൽക്കുന്നത്. അത് ഫിജോയെ കൊണ്ടു നടക്കുന്ന ഓരോരുത്തരും അതിന് ഉത്തരവാദിയാണ്. ഫിജോ വസ്ത്രം വിറ്റല്ല ഫേമസ് ആയത്. ഫിജോ വിസ കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വിസയുടെ കോപ്പി കൊടുത്തിട്ടാണ് ഫേമസ് ആയത്. അത് ഇപ്പോഴും നെറ്റിൽ അവൈലബിൾ ആണ്. ഒരു ചാനലുകാരും അത് ഡിലീറ്റ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് ഡിലീറ്റ് ചെയ്യുന്നില്ല? നമുക്കെതിരെ അങ്ങനെ ഒരു അലിഗേഷൻ വന്നാൽ നമ്മൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് കൊണ്ടുപോയി യൂട്യൂബിന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാനലിനെ അടിച്ചു കളയാനുള്ള വകുപ്പുണ്ട്. എന്തുകൊണ്ട് ഇവക്കത് പറ്റുന്നില്ല? ഇവള് നിരപരാധിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവക്ക് എന്തുകൊണ്ട് അങ്ങനെ ഒരു സാധനം ചെയ്യാൻ പറ്റും? ഇപ്പം ഇവള് എനിക്കെതിരെ ഇട്ടിരിക്കുന്നത് ഇതെനിക്ക് ചാനൽ അടിച്ചു കളയാനുള്ള സാധനമാണ്, കിട്ടും, മെനക്കെടണം, കുറച്ച് ഞാൻ മെനക്കെട്ടിട്ട് ഞാനത് ചെയ്തോളൂ, അത്രയേ ഉള്ളൂ. കാരണം അത് കൃത്യമാണ്. തെറ്റായ കുപ്രചരണങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പൊ പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണത്, നിങ്ങൾ ഇത്ര ഇതായിട്ട് പറയണം. എനിക്കറിയാന്നേ, ചാനൽ പോകുന്ന കേസാണെന്ന്. ഇത്തരം കുപ്രചരണങ്ങളാണെങ്കിൽ കോടതി മുഖാന്തരം നമ്മളൊരു ഇത് സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ, അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് അത് അംഗീകരിക്കും. കാരണം കോടതിയാണ് പറഞ്ഞിരിക്കുന്നത് ഈ സാധനം ഫേക്കാണ്, ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കാൻ പാടില്ലെന്ന്. പ്രൈവറ്റ് ആക്കുക അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുക, അത് നിർദ്ദേശം കൊടുക്കും. ചെയ്തിട്ടില്ല വെച്ചാൽ അവരത് അടിച്ചങ്ങ് കളയും. കാരണം ഫേക്കാണെങ്കിൽ ഫേക്കാണ് തന്നെയാണ് അർത്ഥം. അപ്പം അതിനുള്ള വഴിയാണത്. അപ്പം ഈ ഒരു വിഷയത്തിൽ ഈ ഓരോരുത്തർ കൊണ്ടുവന്നിട്ട് ഞാൻ ഈച്ച് ആൻഡ് എവറി പേഴ്സൻ്റെ അടുത്ത് പറയാൻ പറ്റത്തോടാണ് ഞാൻ ലൈവ് എന്ന് പറഞ്ഞത്. ആൻഡ് ലൈവിൽ വന്നിരിക്കുമ്പോൾ 1 അവർ എനിക്ക് അങ്ങ് സ്പോയിലാവുകയാണ്. ഇന്നലെയും മെനങ്ങാന്നൊക്കെ ഇത് തന്നെയാണ്, എനിക്ക് 1 അവർ സ്പോയിലാവുന്നത്. അതുകൊണ്ടാണ് ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല, ഞാൻ നിയമപരമായി പോകും. ഞാൻ ഇന്നും പോയിരുന്നു. ചുണ്ണി എഴുതിയിട്ടിരുന്നതിന് എന്താ മറുപടി ഇടാത്തതെന്ന് ചോദിച്ചാൽ ചുണ്ണിക്ക് ഞാൻ മറുപടി പോലീസ് വഴിയാണ് കൊടുക്കുന്നത്. എന്നെ പറയുന്നതിന് തെളിവ് വയ്ക്കണം. തെളിവ് വെച്ചില്ലെങ്കിൽ ഞാൻ അതിന് മറുപടി കൊടുക്കും. വല്ലവനും ഒക്കെ പിഴച്ച്, വല്ലവൻ്റെ അമ്മയും ഒക്കെ പിഴച്ചിട്ടുണ്ടെങ്കിൽ അവരവരുടെ അമ്മ പിഴച്ചതിന് എൻ്റെ പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ജീവിത ചരിത്രം അറിയണമെങ്കിൽ എൻ്റെ നാട്ടിൽ പോകണം. എൻ്റെ നാട് അവിടെയുണ്ട്. ഞാൻ ഇവളെ ഒന്നും പോലെ എന്നിട്ട് കൂസ് എന്നല്ല പേരിട്ടിരിക്കുന്നത്, ഷെഫീന ബീവി എന്നാണ്. എന്ത് ഷെഫീന ബീവി എന്ന് തന്നെയാണ് ചാനലിൻ്റെ പേര്. ഷെഫീന സുൽത്താൻ, ഷെഫീന ബീവി. അതിനകത്തുണ്ട് ഷെഫീന പേരും അഡ്രസ്സും അവിടെ ഇട്ടിട്ടുണ്ട്, നമ്പർ ഉൾപ്പെടെ ഇട്ടിട്ടുണ്ട്. അല്ലാതെ ആസു കൂസ് ഇങ്ങനെയല്ല നമ്മുടെ പേരുകൾ. അപ്പോൾ അതിനകത്ത് പോയിന്റ് മനസ്സിലായില്ലേ? സോ ഇത്തരക്കാരെ ഇഗ്നോർ ചെയ്യുക. നിങ്ങൾ അവിടെ പോയി കമൻറ്റ് ഇടരുത് ദയവ് ചെയ്ത്. ഞാൻ അതിനകത്ത് പോയി കമൻറ്റ് ഇട്ടോട്ടെ എന്ന് ചോദിച്ചാൽ വേണ്ട, നിങ്ങളുടെ ആരുടെയും കമൻറ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഞങ്ങളാരും അത് കാണാനേ പോകാറില്ല. എൻ്റെ ഗ്രൂപ്പിൽ തന്നെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഭയങ്കര സംസാരമാണ് ഈ വിഷയത്തിനോടനുബന്ധിച്ചിട്ട്. നമ്മളെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശ ലക്ഷ്യം. ആ ശ്രദ്ധിക്കാൻ പറ്റിയ സാധനങ്ങൾ അല്ല അത്. പറയണത് തന്നെ കേട്ടിട്ടില്ലേ? വെള്ളിയാഴ്ചയില്ല എന്തൊക്കെയോ തലവലിയും വാലും ഇല്ലാതെ കിടന്നങ്ങ് അലറി വിളിക്കുന്നതാണ്. അതൊന്നുമല്ല ഒരു റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്നത്. കൃത്യമായ കാര്യങ്ങൾ വെച്ച് ബോധ്യപ്പെടുത്തി റിയാക്ട് ചെയ്യാൻ കഴിയുന്ന ആളാണ് ഞാനെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുള്ളിടത്ത്, എൻ്റെ പേരിൽ ഇതുപോലത്തെ ഒരു കച്ചറ കേസും ഇല്ലാത്തടത്ത് എനിക്ക് ധൈര്യസമേതം പറയാം. FIR ഉണ്ടോ? കൊണ്ടുവയ്ക്ക്, ഞാൻ കാണട്ടെ. പൈസ വാങ്ങി എന്ന് പറയുന്നുണ്ട്, ഞാനത് പബ്ലിക്കിലാണ് ഇട്ടത്. എനിക്ക് കേസിനനുബന്ധിച്ച് എനിക്ക് ക്യാഷ് വേണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. എന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചിലർ 50 രൂപ ഇട്ടിട്ടുണ്ട്, 100 രൂപ ഇട്ടിട്ടുണ്ട്. പറഞ്ഞിട്ടില്ലേ? പിന്നെ ഞാൻ അത് പുതിയ കാര്യമാണോ? ഇതൊരു പുതിയ വിഷയമായിട്ടാണോ വരുന്നത്? ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും അത് തന്നെ പറയും. അത്രയേ ഉള്ളൂ. അത് ഞാൻ എൻ്റെ മകനെ കെട്ടിക്കാനോ അല്ലെ മകളെ കെട്ടിക്കാനോ വീട് വയ്ക്കാനോ അല്ല. ഇന്ന വിഷയത്തിന് ഇന്നതിന് വേണ്ടിയിട്ട് എനിക്ക് സപ്പോർട്ട് വേണം.
അത്രയേ ഉള്ളൂ. അത് ചോദിക്കാറുണ്ട്. കടം അത് കൂട്ടുകാരോട് ചോദിക്കാറുണ്ട്, കൂട്ടുകാരോട് ചോദിച്ചാൽ തിരിച്ചു കൊടുക്കാറുമുണ്ട്. അത്രയേ ഉള്ളൂ. കൂട്ടുകാരായിരുന്നപ്പോഴാണ് ചോദിച്ചത്, അല്ലാത്തപ്പോഴല്ല. കൂട്ടുകാരായിരുന്നപ്പോൾ പൈസ ചോദിക്കുകയും പൈസ തിരിച്ചു ചോദിക്കുമ്പോൾ തണ്ടയും തന്തയൊക്കെ തെറി വിളിക്കുകയൊക്കെ ചെയ്യുന്നത് ആരാണെന്നും നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. തെറി കൂടുമ്പോഴാണ് ആളുകൾ കൊണ്ടുപോയി കേസ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ എല്ലാവരും വെയിറ്റ് ചെയ്യും. അല്പ പൈസയാണെങ്കിൽ അത് നമ്മൾ വാങ്ങിച്ച് തിരിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. എൻ്റെ ഇതിനകത്ത് ഒരു രീതിയിലുള്ള ഒരു പറ്റിപ്പും ഇതുവരെയും എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇങ്ങോട്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതുമില്ല. ഇത്തരം നുണപ്രചരണങ്ങൾക്ക് ഞാൻ ആ വിലയെ കൊടുക്കുന്നുള്ളൂ. നേരത്തെ പറഞ്ഞതിനെ റിപ്പീറ്റ്, താഴത്തെ പൂട വടിച്ചു കളയുന്ന രോമത്തിൻ്റെ വാല്യൂ മാത്രമേ ഉള്ളൂ. ഇനി ഇതവിടെ ഇരുന്നുകൊണ്ട് ഹേ എന്ന് പറഞ്ഞാൽ ഇതവിടെ വെച്ചേക്കണം നീ, ഇതവിടെ വെച്ചേക്കണം നീ, അത്രയേ ഉള്ളൂ. വിദേശത്തിരുന്നുകൊണ്ട് കൊണ പറഞ്ഞാൽ ഈസി ആണെന്നില്ല അവൾ പറഞ്ഞു തന്നതാണ്. അത് നമുക്ക് കാണാം. ബാക്കിയുള്ളവരുടെ അടുത്ത് കളിച്ചാണക്കല്ല. അത് നിനക്ക് തന്നെ അറിയാം ഞാൻ എന്താ ചെയ്യുമെന്നുള്ളത്. താങ്ക് യു.